ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ സാധാരണ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്ന നാടൻ മുട്ടക്കറികളുടെ ആ രുചിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു നോർത്ത് ഇന്ത്യൻ രുചിയിലാണ് ഈ ഒരു മുട്ടക്കറി നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ നാടൻ രുചിയിലുള്ള നമ്മുടെ മുട്ടക്കറികളിൽ പലതരത്തിലുള്ള മുട്ടക്കറികൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇത് തികച്ചും വ്യത്യസ്തമായി രുചി ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്കിത് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. കൂടുതലായിട്ടും ചപ്പാത്തി, റൊട്ടി, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 3 മുട്ട പുഴുങ്ങി ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം തയ്യാറാക്കുന്ന ഈ ഒരു ഗ്രേവിക്ക് ഒരു 4 മുട്ട വരെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ പുഴുങ്ങി തൊലി കളഞ്ഞ് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. ഇതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ പീസ്, ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എരിവ് കുറവ് താല്പര്യമുള്ളവരാണെങ്കിൽ 2 എണ്ണം ചേർത്താലും മതി. ഇതിപ്പം വല്ലാത്ത എരിവൊന്നുമില്ല കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇപ്പം നല്ല ജീരകം ഈ സമയത്ത് ചേർക്കണം എന്നില്ല. നമ്മൾ മറ്റ് പൊടികൾ ചേർക്കാൻ നേരത്ത് 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെയൊക്കെ ഒരു ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ പുതിനയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കുറച്ച് ചേർക്കാം, കൂടി പോകണ്ട കേട്ടോ പുതിനയില. അപ്പോൾ അത് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്നും ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ഓയിലാണ് എടുക്കുന്നത് അത് ഉപയോഗിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മളിപ്പം അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. നമ്മളിത് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ആ അരപ്പ് നന്നായിട്ടൊന്ന് വടിച്ച് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ 1-2 തണ്ട് കറിവേപ്പിനെല്ലാം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കറിവേപ്പിനെല്ലാം ചേർത്തിട്ടുള്ളത്. താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചുകൊണ്ട് തന്നെ ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. നമ്മളിപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇത് നന്നായിട്ട് വഴറ്റാൻ നേരത്ത് നമ്മൾ ഒരു കാരണവശാലും തീ കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കളറ് മാറരുത്, ഒരു ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. ഈ ഒരു കളറിൽ തന്നെ ഇരിക്കാൻ വേണം കേട്ടോ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് സമയം നമുക്കിതിനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ 1 കപ്പ് പാല് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ കളർ വല്ലാണ്ടൊന്നും മാറിയിട്ടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ആ എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം ഒരു 10-15 മിനിറ്റോളമായി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കറി മുഴുവനും നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് തീ കൂട്ടിയിടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിതിൽ പാല് തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിക്കാണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും, നമുക്കറിയാലോ. ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പാലൊന്ന് തിളപ്പിച്ച് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതിവിടെ കിടന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, സവോള, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു കൂട്ട്, അതുമായിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. ഒരു 2-3 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ ഒന്ന് തിക്കായിട്ട് ആ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തു. ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് അതിൻ്റെ ഗരം മസാലപ്പൊടിയുടെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടി പോകണ്ട കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പിൻ്റെ അളവ് കൂടി പോവേണ്ട, ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് തന്നെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ഗ്രേവി നല്ല പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പം ഗ്രേവി നല്ല തിക്കായിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ മഞ്ഞക്കരു താഴെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിം എന്ന് പറയുന്നത് ഇത് മൊത്തം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്, എങ്കിലും ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് കൊടുക്കാം. കണ്ടല്ലോ, നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കൊന്നും ഇളക്കി കൊടുക്കുക. തിരിച്ചിടണമെന്നൊന്നുമില്ല, തിരിച്ചിട്ടാലും കുഴപ്പമില്ല. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാലയുടെ ഒരു ഫ്ലേവർ മുന്നോട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇതിന് മുകളിലൊന്ന് വിതറി കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത്രയും മതി. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളയ്ക്കുമ്പോൾ തീ അങ്ങ് ഓഫാക്കിയിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ നാടൻ മുട്ടക്കറികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. ഒരു നോർത്ത് ഇന്ത്യൻ രുചിയിലുള്ള ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുഴപ്പമില്ല, ടേസ്റ്റാണ്. കൂടുതലും നമ്മൾ ബ്രെഡിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് കൂടുതൽ രുചി കേട്ടോ. പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.